കിച്ചണിലിപ്പോൾ ആതിര, നൂറ, നെവിൻ, അനുമോൾ, അനീഷ്, ഷാനവാസ് എന്നിവരുണ്ട്. അപ്പം സ്പൂൺ വെച്ച് ഓരോ സ്പൂൺ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അനീഷ്. അതെന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ദൂരെ നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനീഷ് അത് കയ്യിൽ കൊടുത്തപ്പം ആതിര പറയുന്നുണ്ട് അത് വായി വെച്ച് തരാനെങ്കിൽ മാത്രം ഞാൻ കഴിക്കാം. അങ്ങനെ അത് അനീഷ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആതിലയ്ക്ക്. എന്നിട്ട് അനുമോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് മനഃപൂർവ്വം ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഫെയിം കണ്ടിട്ടാണോ ഞങ്ങൾക്ക് വായി വെച്ച് തരാമെന്ന് തോന്നിയത്? കറക്റ്റായിട്ട് അതിനുള്ള റിപ്ലൈ നെവിൻ കൊടുക്കുന്നുണ്ട്. ഇനി കുത്തേണ്ട ആവശ്യമില്ല, ആ കുട്ടിക്ക് അതിനുള്ള ബോധോദയം വന്നിട്ടുണ്ട്. എന്തോദയം എന്ന് ചോദിക്കുന്നുണ്ട്. ബോധോദയം എന്ന് നെവിൻ തിരുത്തി പറയുന്നു. അപ്പം നൂറ പറയുകയാണേ, പക്ഷേ തോന്നുന്നില്ല. അത് എവിക്ഷനും നമുക്കിട്ട് എല്ലാവരും ഒന്ന് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് നെവിനും ആതിലയും എല്ലാവരും കൂടി. അപ്പം നമ്മൾ രണ്ടുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നെവിനും ആതിലയും. അനീഷ് പറയുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ? വീണ്ടും അനീഷ് പറയുന്നുണ്ട് ഒന്ന് വാതറന്നേ എന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കുന്ന പറയുന്നുണ്ട്. ഒന്നിനും ഒരു ഫീല് തോന്നുന്നില്ലെന്ന് നൂറ പറയുന്നുണ്ട്. അനുമോളുടെ മുഖത്തോട്ട് വന്നിട്ട് കുനിഞ്ഞ് കിടന്ന് ഓരോ കോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആതില, അനുമോളെ ചിരിപ്പിക്കാൻ വേണ്ടി. അനുമോളോട് പറയാം കുറച്ച് മയത്തിലരിയണേ, അല്ലാതെ നിൻ്റെ ഊഞ്ഞാലാട്ടത്തിന് വേണ്ടിയല്ല. അപ്പോൾ അനുമോൾ പറഞ്ഞ് അതെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിടുക എൻ്റെ PR കൊടുക്കാൻ വേണ്ടി. അതിൻ്റെ ഫെയിമാണെന്ന് മനസ്സിലായി. എന്തായാലും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ നിൻ്റെ കൂടെ കൂട്ടുകൂടിയത് ഇതുപോലായിപ്പോയെന്നൊക്കെ നൂറ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാവുന്ന പോലുമില്ല. എത്രമാത്രം ഇവർക്ക് കുത്തിയാൽ ഇനി ഇവർക്ക് പറ്റും? എത്ര കുത്തുന്ന ഒരാളെങ്ങനെ ഇവരോട് മിണ്ടാൻ ചെല്ലും? ഇവർ മിണ്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് കുറച്ച് പരാതികൾ പറയുന്നു. എന്നിട്ട് ഇവർ സൈഡിൽ കൂടെ ആ ഒരാളിനായിട്ട് കുത്തിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതോടെ ക്ലോസ് ചെയ്തിട്ട് അനുമോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും അങ്ങനെ തന്നെ ഇരുന്നാൽ അത് അനുമോൾക്ക് നല്ലത് തന്നെയുള്ളൂ.